a difference of 2.3 electron volt separates two energy levels in an atom. What is the frequency of radiation emitted when when an atom make a transition from upper level to lower level. തന്നെ ഏതോ 2 മിനിറ്റ് തരും. സിമ്പിൾ ആയി ചാപ്റ്ററിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, അങ്ങോട്ടേക്ക് വരുമ്പോൾ തരാം. പക്ഷെ ഇത് പ്രശ്നമില്ല, തന്നെ ചെയ്യാൻ പറ്റും. ശ്രമിക്കുക. 2 മിനിറ്റ് തരാം. അതേപോലെ ക്ലാസ് മിസ്സായ ആൾക്കാരുണ്ടെങ്കിൽ, ഓൺലൈൻ ക്ലാസ് മിസ്സാക്കിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാ, അല്ലെങ്കിൽ ആ ചാനലിൽ കയറി ആ വീഡിയോ കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PYQ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം കാണും. ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ ഒക്കെ കാണും, നോക്കുക. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് ഒരു ഡിഫറൻസ് ഓഫ് 2.3 ഇലക്ട്രോൺ വോൾട്ട് സെപ്പറേറ്റ് ടു എനർജി ലെവൽ ഇൻ ആൻ ആറ്റം. അതായത് എനർജി ലെവൽ എന്ന് പറയുമ്പോൾ ഷെല്ലുകൾ തന്നെയാണ് കേട്ടോ. രണ്ട് ഷെല്ലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് വെൻ ആൻ ആറ്റം മേക്സ് എ ട്രാൻസിഷൻ ഫ്രം അപ്പർ ലെവൽ ടു ലോവർ ലെവൽ? നമുക്കറിയാം, ഇപ്പം ഇത് n is equal to 1 ആണെന്ന് വിചാരിച്ചു, ഫസ്റ്റ് ഷെല്ല്. ഇത് n is equal to 2 ആണെന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം അബ്സോർഷൻ, ഇപ്പൊ ഇവിടെ ഉള്ള ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്താൽ അത് എക്സൈറ്റ് ചെയ്ത് ഇവിടേക്ക് പോകും. എല്ലാ സയന്റിസ്റ്റും പഠിച്ചത് ഈ അബ്സോർഷൻ സ്പെക്ട്രത്തെ പറ്റിയല്ല, പകരം ഇവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് ഇവൻ വീണ്ടും തിരിച്ച് ഈ ലെവലിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന എമിഷൻ സ്പെക്ട്രത്തെ പറ്റിയാണ് എല്ലാവരും പഠിച്ചത്. എമിഷൻ സ്പെക്ട്രയ്ക്കകത്താണ് നമുക്ക് ലേമാൻ ബാൾമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ടിന്റെ ഒക്കെ എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ എമിഷൻ സ്പെക്ട്ര വഴിയാണ്. അല്ലെങ്കിൽ അവര് എല്ലാം സ്റ്റഡി ചെയ്തത് ഈ എമിഷൻ സ്പെക്ട്ര വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്കറിയാം, അതായത് രണ്ട് ഷെല്ല്, അതായത് ന്യൂക്ലിയസ്, പുറത്തൊരു ഷെല്ല്, അതിന്റെ വെളിയിൽ ഒരു ഷെല്ല്, ഇങ്ങനെ അങ്ങ് വിചാരിക്കാം. ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 2.3 ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുണ്ട്. അതായത് 2.3 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ ആക്കാം. കാരണം 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്. 2.3 എന്ന് പറയുമ്പോഴത്തേക്കും 2.3 ഇൻറ്റു 2.3 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. അപ്പൊ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരുന്ന സമയത്താണ് എന്താണ് എമിഷൻ നടക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ആ എമിറ്റ് ചെയ്ത റേഡിയേഷന്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, ഡെൽറ്റ ഡെൽറ്റ ഇ ഈസിക്വൾ ടു, നമുക്കറിയാം ഇ ഈസിക്വൾ ടു എച്ച് ന്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ ഈസിക്വൾ ടു എന്തെന്ന് പറഞ്ഞു, ഡെൽറ്റ ഇ ഈക്വൾ ടു എന്ത് തന്നെയാണ്, എച്ച് ന്യൂ എന്ന് നമുക്ക് എഴുതാം. അവിടുന്ന് ന്യൂ കണ്ടുപിടിച്ചാൽ മതി. ന്യൂ ഈസിക്വൾ ടു എന്താ, ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ എച്ച്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ നമുക്കറിയാം എത്രയാ, 2.3 ഇൻറ്റു 10 റൈസ് ടു മൈനസ്, അല്ല സോറി 2.3 ഇൻറ്റു 1.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 19 ആണ്. ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.626 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 6.6 എന്ന് എടുത്താലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. 6.6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 34. ഇത് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും, അത്രയും ഹെർട്സ് ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി. ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞു. ആൻസർ വരുന്നത് 5.6 ഇൻറ്റു 10 റൈസ് ടു 14 ആണ്. 1014 ഹെർട്സ്. ഇതായിരിക്കും, ഇതാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിയെടുക്കുക. ജോയിൻ ചെയ്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിയെടുക്കുക. ആൻസർ ഇതാണ്. 5.6 കിട്ടുന്നുണ്ടോ നോക്കണേ. ഇത് എഴുതിയെടുത്തു. ഇപ്പോഴത്തെ ഞാൻ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതുകയാണ്. The ground state വലുതാക്കാമേ, ഞാൻ ആ ബാക്കിയുള്ളവർക്ക് എഴുതാൻ വേണ്ടി. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി of hydrogen atom, ground state energy of hydrogen atom is negative 13.6 electron volt. What are the kinetic energy and potential energy of the electron in this state? ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ആദ്യത്തെ ഒന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ അറിയത്തില്ല എന്ന് പറയണേ. കരുണ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വേണ്ടി ഇതാണ്. പെട്ടെന്ന് എഴുതിയെടുത്തിട്ട് ആൻസർ എഴുതിയെടുത്തിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതാണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ്. ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് ഞാൻ രണ്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. The radius of the innermost electrons innermost electron orbit of a hydrogen atom is 5.3 into
10 raised to minus 11 meter. What are the radii of the n equal to 2 and n equal to 3 orbits? അടുത്ത ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും കരുണ എഴുതിയായിരുന്നു ലാസ്റ്റ്. കരുണയും മേബിലും അല്ലേ കയറിയ രണ്ടുപേരും എഴുതിയോ? കഴിഞ്ഞോ? കരുണ കേട്ടില്ല. ഓക്കെ. ഏബൽ? ഓക്കെ. അപ്പൊ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദിത്യ അറിയാമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയാമോ ആദിത്യ? അറിയാം സർ. ഓക്കെ, എന്താണ് പറഞ്ഞേ? കൈനറ്റിക് എനർജി നെഗറ്റീവ് അല്ലേ ടോട്ടൽ എനർജിയുടെ? വെരി ഗുഡ്. അപ്പം അത് 13.6. പൊട്ടൻഷ്യൽ എനർജി ട്വൈസ് ടോട്ടൽ എനർജിയുടെ, അപ്പം -27.2. ഓക്കെ, ഗുഡ് 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 ഗുഡ്. അപ്പം നോക്കിയോ, ഈ ഒരു സാധനം നിങ്ങൾ എപ്പോഴും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇലക്ട്രോൺ ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ നമ്മളോട് ഓൾറെഡി ഡെറിവേഷൻസ് ഒക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം ഓർത്ത് വെച്ചേക്കുക. ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ആയിരിക്കും, വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ബൈ 2 ആയിരിക്കും. ഈ ഒരു സാധനം വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സാധനം പഠിച്ചു വെച്ചേക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ശരിക്കും എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? En is equal to -13.6 ഡിവൈഡഡ് ബൈ n സ്ക്വയർ EV അല്ലേ? ഇതാണ് എനർജി കണ്ടുപിടിക്കാൻ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ n1 ആണ് അല്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ n എന്താ? n1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ E is equal to -13.6 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. അതായത് -13.6 EV എന്ന് വന്നു. അങ്ങനെയായിരിക്കും -13.6 EV വന്നത്. ഓക്കെ, ഇനിയും നമുക്കറിയാം ഈ ഇത് കിട്ടി, അതായത് E is equal to -13.6 EV കിട്ടി. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എനർജിയുടെ നെഗറ്റീവ് ആണ് കൈനറ്റിക് എനർജി, ശരിയല്ലേ? അപ്പൊ കൈനറ്റിക് എനർജിയുടെ നെഗറ്റീവ് ആണ് ടോട്ടൽ എനർജി, അങ്ങനെ എടുക്കാമല്ലോ. അപ്പൊ കൈനറ്റിക് എനർജി K എന്ന് എടുക്കാം. K is equal to നെഗറ്റീവ് E എന്ന് എടുക്കാം. E is equal to നെഗറ്റീവ് K എന്ന് എടുക്കുന്ന പോലെ K is equal to നെഗറ്റീവ് E എന്ന് എടുക്കാം. അപ്പൊ K is equal to എന്താ? നെഗറ്റീവ് ഓഫ് -13.6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ +13.6 EV ആയിരിക്കും കൈനറ്റിക് എനർജി. അതേപോലെ തന്നെ എനർജി ഈസ് ഈക്വൽ ടു U/2 ആണ്. അവിടുന്ന് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ 2E ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2 × -13.6 EV ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 12 12 1 6 1 7 2 27.2 -27.2 EV ആയിരിക്കും അതിന്റെ പൊട്ടൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്.
ഇതിന്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്തേ. നമ്മൾ ഒരു മിനിറ്റ് ഇച്ചിരി വെള്ളം വെച്ചിട്ടില്ല. ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം. using the Bohr's model, calculate the speed of electrons in a hydrogen atom in the n equal to 1, 2 and 3 levels. അതിന്റെ ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഇത് എ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ബി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് calculate the orbital period, calculate the orbital period in each of these levels. ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി.
ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് നോക്കിക്കോളൂ. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണേ. അപ്പൊ ഇവിടെ ഓൾറെഡി ഹൈഡ്രജനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം, നമുക്ക് റേഡിയസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ഒരു കാര്യം എക്സ്ട്രാ മനസ്സിലാക്കേണ്ടത്, റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Rn ഈസ് ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു ആർ നോട്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത് ഹൈഡ്രജൻ ആണെങ്കിലാണ് ഇത്, ഫോർ ഹൈഡ്രജൻ ആണെങ്കിലാണ് ഇത്. ഓക്കെ. വേറെ ഏത് ആൾക്കാരും ചോദിക്കുവാണെങ്കിലും അതും കൂടെ ഓർത്ത് വെക്കണം. ഫോർ എനി അതർ എലമെന്റ് Rn ഈസ് ഈക്വൽ ടു n സ്ക്വയർ ആർ നോട്ട് ഡിവൈഡ് ബൈ z. ഇത് ഓർത്ത് വെച്ചേക്കണം. ഹൈഡ്രജനെ മാത്രം ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഹൈഡ്രജന്റെ ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇത് വെച്ചാ ചെയ്യേണ്ടത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ഇന്നർ ഓർബിറ്റ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ റേഡിയസ് ഓഫ് ഇന്നർ ഓർബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ബോർ റേഡിയസ് ആണ്. ബോർസ് റേഡിയസിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ബോർസ് റേഡിയസ് ആണ് എന്താ, ഇവിടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നർ റേഡിയസ് ആണെങ്കിൽ എന്നിന് 1 കൊടുക്കാം അല്ലേ. അപ്പം എന്നിന് 1 കൊടുക്കുമ്പോഴാണ് ഇന്നർ റേഡിയസ് കിട്ടുന്നത്. അപ്പം എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ R1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു ആർ നോട്ട് എന്ന് വരും. അതായത് R1 ഈസ് ഈക്വൽ എന്താ, R1 ഈസ് ഈക്വൽ ടു ആർ നോട്ട് എന്ന് വരും. R ഈസ് ഈക്വൽ ടു ആർ നോട്ട് എന്ന് എഴുതാം. അതെത്ര, ഇന്നർ റേഡിയസ് തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇന്നർ റേഡിയസ് ഓഫ് ഇന്നർ മോസ്റ്റ്. ഓക്കെ. 5.3 ഇൻറ്റു 10⁻11 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയും കണ്ടുപിടിക്കേണ്ടത് എന്താണ്, n ഈസ് ഈക്വൽ ടു 2-ന്റെയും n ഈസ് ഈക്വൽ ടു 3-ന്റെയും റേഡിയസ് ആണ്. അപ്പം if n ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം, R2 ഈസ് ഈക്വൽ ടു എന്താ, 2 സ്ക്വയർ ഇൻറ്റു എന്താ ആർ നോട്ട് എന്ന് എഴുതിയാൽ മതി. 2 സ്ക്വയർ 4, ആർ നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് 4 ഇൻറ്റു 5.3 ഇൻറ്റു 10⁻11 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 420 21.2 21.3 ഇൻറ്റു 10⁻11 എന്ന് എഴുതാം. അവിടെ നിന്നാണെങ്കിൽ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയിട്ട് 2.1 ഇൻറ്റു നമ്മുടെ n ഇൻറ്റു 10⁻10 ഫോമിലാക്കണമെങ്കിൽ 2.1 ഇൻറ്റു 10⁻10 മീറ്റർ എന്നാക്കാം. അല്ലെങ്കിൽ 2.1 ആംസ്ട്രോങ് നോക്കാം, ഒരു പ്രശ്നമില്ല. കാരണം 10⁻10 മീറ്റർ ആംസ്ട്രോങ്. ഇനി R3 കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, R3 കണ്ടുപിടിക്കണമെങ്കിൽ സെയിം 3 സ്ക്വയർ ഇൻറ്റു ആർ നോട്ട് ചെയ്താൽ മതി. ശരിയല്ലേ. അപ്പം 9 ഇൻറ്റു എത്രയാ, 5.3 ഇൻറ്റു 10⁻11. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് 9×3 27, 2 47, 47.7 ഇൻറ്റു 10⁻11. നേരത്തെ പോലെ തന്നെ 4.77 ഇൻറ്റു 10⁻10 മീറ്റർ. പരിപാടി ഇത്ര ഉള്ള അതിന് ആൻസർ. അത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാണ്, അത് എഴുതുക.
കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറഞ്ഞേ. ഏബൽ കിട്ടിയായിരുന്നോ? ഏബൽ 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 കിട്ടിയോ? ഏബൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ആർക്കെങ്കിലും കിട്ടിയോ? വൈഷ്ണവി, കരുണ, അലോണ, ഏഞ്ചലീന, അനുഗ്രഹ, അനീറ്റ. ഉറങ്ങുവാണോ ഇവിടെ എല്ലാവരും? അനന്യ കിട്ടിയോ? അനന്യ, അനന്യ. ആ, രണ്ട് അനന്യമാരുണ്ടല്ലോ. ചെയ്തോണ്ടിരിക്കുക. ആ, ഓക്കെ. വൈഷ്ണവിക്ക് അറിയോ? വൈഷ്ണവി ഒന്ന് പറയാമോ? വൈഷ്ണവി ഇവിടെ ഉണ്ടോ? വൈഷ്ണവി വൈഷ്ണവി ഇവിടെ ഇല്ലേ? വൈഷ്ണവി കേൾക്കാമോ? വൈഷ്ണവി ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എനിക്കൊന്ന് എല്ലാവരും ക്ലിയർ ആയിട്ടിരിക്കുക എന്ന് നോക്കിയോ. അതായത് നമുക്ക് രണ്ട് ക്വസ്റ്റിനകത്ത് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് സ്പീഡ്, അതായത് ഒരു ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക. ഇനി ആ ഓർബിറ്റിലൂടെ, അതായത് ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ആ ഓർബിറ്റുകളിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചോണം, കാണാപ്പാഠം. ഒന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, Vn equal to 1/137 into C/n. ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യാം. ഇത് പഠിച്ചു വെച്ചത് ഏറ്റവും എളുപ്പമാണ്. അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. Vn is equal to V1 divided by n. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആ ഓർബിറ്റിന്റെ നമ്പർ ആണ്. V1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റിന്റെ വെലോസിറ്റി ആണ് V1. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റിന്റെ വെലോസിറ്റി വെച്ചിട്ട് ബാക്കി ഓരോ ഓർബിറ്റിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ജനറലി ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് വാക്വമാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ n1 കൊടുത്തു കഴിഞ്ഞാൽ V1 ഫസ്റ്റ് ഓർബിറ്റിന്റെ വെലോസിറ്റി കിട്ടി. 1/137 ഇൻറ്റു നമുക്ക് 3 × 10⁸ ഡിവൈഡ് ബൈ n1 ആണ്. അങ്ങനെയാണ് നമുക്ക് 3 × 10⁸/137 വരുന്നു. ഒന്ന് ചെയ്ത് നോക്കട്ടെ.
2.18 into 10 raised to 6 meter per second എന്ന് വരും. ഇത് തന്നെയാണോ കിട്ടിയെന്ന് നോക്കിയാൽ ഫസ്റ്റിന്റെ V1 വെലോസിറ്റി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് n-ന് 2 കൊടുത്താൽ അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കും. രണ്ടാമത്തെ ഓർബിറ്റിന്റെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എന്ത് ചെയ്താൽ മതി? ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പോരെ. ഒന്നാമത്തെ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ രണ്ടാമത്തെ കണ്ടുപിടിക്കാൻ v2 = v1/n ചെയ്താൽ മതി. അതുകൊണ്ട് ആ ഇക്വേഷൻ കൂടെ എഴുതിയത്. അപ്പൊ നമുക്ക് v1/2 ചെയ്താൽ മതി, ശരിയല്ലേ? അപ്പം 2.18 into പിന്നെ മറ്റേ രീതി ചെയ്യേണ്ട ആവശ്യമില്ല. 2.18 into 10 raised to 6 divided by എത്രയാ 2 ചെയ്യുമ്പോൾ 1.09 into 10 raised to 6 meter per second എന്ന് കിട്ടും. v3 കണ്ടുപിടിക്കാൻ n 3 ആകുമ്പോൾ v3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? v1 divided by 3 ചെയ്താൽ മതി. അപ്പം 2.18 into 10 raised to 6 divided by 3 ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇത് ചെയ്ത് നോക്കാം. അത് 0. ഞാൻ കാൽക്കുലേറ്ററിലാണ് ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾ മാനുവലി ചെയ്ത് നോക്കണം. ഓക്കെ, 0.729 into 10 raised to 6 729 into 10 raised to 6 meter per second എന്ന് വരും. ആ പരിപാടി കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകൾ പഠിച്ചു വെച്ചോണം. ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ Tn = n cube into T1 ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കണം. Tn = n cube into എന്താണ് T1 ആയിരിക്കും. പക്ഷെ ഇവിടെ T1 കണ്ടുപിടിക്കണമല്ലോ. T1 കണ്ടുപിടിക്കാൻ വീണ്ടും നമുക്ക് ഒരു ഇത് ഉപയോഗിക്കേണ്ടി വരും. അതായത് ഓർബിറ്റൽ പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർസ് ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞ് അതും കൂടെ ഒന്ന് എഴുതിയിട്ടേക്കണം. ഇതൊക്കെ എഴുതിയിട്ടേക്കണം. ഇതൊക്കെ ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം, ഇത് തിയോറിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനൊന്നും അല്ല. ഇത് കുറച്ചുകൂടെ ഒക്കെ എന്താ വേറെ രീതിയിലൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത്. എന്നാൽ തിയോറിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ പെട്ടെന്ന് ഓർത്ത് വെക്കാനോ ഇക്വേഷൻസ് ഉപയോഗിക്കാനോ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ കാണാൻ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. പക്ഷെ ഇവിടെ T1 കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി T1 എന്ന് പറയുമ്പോൾ ബോറിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒന്നാമത്തെ ഓർബിറ്റിലൂടെ കടക്കുന്ന ഇലക്ട്രോൺസിന്റെ ടൈം പീരീഡ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: ഓർബിറ്റൽ പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ റേഡിയസ് ബോർ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് T1 = 2πr1 divided by v1. ഇത് പഠിച്ചു വെച്ചോണം. ഫസ്റ്റ് ഓർബിറ്റിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. T1 കണ്ടുപിടിച്ചാൽ പിന്നെ ബാക്കി എന്താ, ഏത് ഓർബിറ്റിനെ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ T1 കണ്ടുപിടിക്കാം. T1 = 2 into 3.14 into R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിന്റെ ഓർബിറ്റിന്റെ വാല്യൂ നമുക്കറിയാം. R0ന്റെ വാല്യൂ നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റിന്റെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ ഒരു ഇത് പഠിച്ചില്ലേ, R0ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാ? R0ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 5.3 into 10 raised to -11 ആണ്. അത് ഇട്ട് കൊടുത്താൽ മതി. കാരണം R1 എന്ന് പറയുമ്പോൾ n into R0 ചെയ്താൽ പോലെ. അപ്പൊ n1 ആണ്. അപ്പൊ R0ന്റെ വാല്യൂ അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ 0.53 into 10 raised to -10 എന്ന് എഴുതാം, അല്ലെ 5.3 into 10 raised to 11 എഴുതാം. അത് തന്നെ എഴുതിയേക്കാം, 5.3 into 10 raised to -11. ഓക്കെ, ഡിവൈഡഡ് ബൈ v1. നമ്മളിപ്പോ ഫസ്റ്റ് ഓർബിറ്റിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2.18 into 10 raised to 6 ആണ്. ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലൂടെ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ടൈം പീരീഡ് കിട്ടും. ചെയ്ത് നോക്കട്ടെ. (1.52 into 10 raised to -16) ആണ് കിട്ടിയിരിക്കുന്നത്. അത്രയും സെക്കൻഡ്സ്. അപ്പൊ T1 കിട്ടി. ഇനി T2 T3 കൂടെ കണ്ടുപിടിച്ചാൽ മതി. T2 കണ്ടുപിടിക്കാൻ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ T2 എന്ന് പറയുമ്പോൾ എന്താ, n-ന് 2 കൊടുക്കുക. അപ്പം 2 cube into T1 എന്ന് പറയുമ്പോൾ 1.52 into 10 raised to -16 ആണ്. 1.52 into 10 raised to -16 ആണ്.
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 1.52 ഇൻറ്റു 10⁻16 കിട്ടുന്നു. 16 16 40 40 41 4 12 12.1 ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ 1.2 ഇതായിരിക്കും അതിന്റെ ആൻസർ. T2 T3 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? n ക്യൂബ് ഇൻറ്റു എന്താണ് T1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 3 ക്യൂബ് ഇൻറ്റു 1.51 1.52 ഇൻറ്റു 10⁻16 ആണ്. 9 ഇൻറ്റു 1.52 ഇൻറ്റു 10⁻16 ആണ്. അപ്പം 18 18 45 46 4 9 13 13.68 ഇൻറ്റു 10⁻16 എന്നും അവിടുന്ന് 1.368 ഇൻറ്റു 10⁻15 സെക്കൻഡ് എന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ. സർ 3 ക്യൂബ് അത് 9 അല്ലല്ലോ. അയ്യോ സോറി 27. അപ്പോൾ വ്യത്യാസം കാണും. ഒരു സെക്കൻഡ് 27 ഇൻറ്റു 1.5 ആണ് വരുന്നത്. കാൽക്കുലേറ്ററിലാണ് ചെയ്യുവാണ്. ഫൈനൽ ആൻസർ 4.10 ഇൻറ്റു 10⁻15 ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഞാൻ ഈ ന്യൂമറിക്കൽ ചെയ്യിപ്പിക്കുമ്പോൾ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാ. സാറേ പറഞ്ഞോ. സാറേ ഇപ്പം ചെയ്തില്ലേ മറ്റേ 6 എങ്ങനെയായിരുന്നു എടുത്തേ? ഇപ്പൊ ചെയ്തതിനകത്ത് 6 ഇപ്പൊ ചെയ്തതിനകത്ത് 6 T2 ഒക്കെയാണല്ലോ എടുത്തത്. ഓക്കെ T1 കണ്ടുപിടിച്ച എങ്ങനെയാണെന്നാണോ പറഞ്ഞത്? ചോദിക്കുന്നത്. നല്ല കുട്ടിയാണല്ലോ നീ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തത് നീ 6 കണ്ടുപിടിച്ച എങ്ങനെയാന്ന് മനസ്സിലായില്ലായിരുന്നു. ഇപ്പുറത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ. വേണ്ട ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത്. നീ കഴിഞ്ഞ നേരത്തെ ചോദിച്ചപ്പോ എന്തുവായിരുന്നു മിണ്ടാഞ്ഞ്? എടാ Rn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² ഇൻറ്റു R0 ആണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓർബിറ്റിന്റെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ R1 ഈസ് ഈക്വൽ ടു n-ന് 1² ഇൻറ്റു R0 ആണ്. ഓക്കെ. ഓക്കെ. ഈ R0ന്റെ വാല്യൂ കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് ഓൾറെഡി തന്നിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ കണ്ടോ റേഡിയസ് ഓഫ് ഇന്നർമോസ്റ്റ് ഓർബിറ്റൽ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 5.3 ഇൻറ്റു 10⁻⁻. നമ്മളത് 0.53 ഇൻറ്റു 10⁻10 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നോട്ടിനകത്ത് പഠിച്ചിരിക്കുന്നത്. ഇത് കാണാൻ പഠിക്കേണ്ട വാല്യൂ ആണ്. R0യുടെ വാല്യൂ R0 ഒരു കോൺസ്റ്റന്റ് ആണ്.
സാർ മനസ്സിലായി ഇതിനകത്ത് അത് മനസ്സിലായി. തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, റേഡിയസ് ഓഫ് ഇന്നർ മോസ്റ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഈസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിനകത്ത് പഠിച്ചിരിക്കുന്നത് 5.3 എന്ന് പറഞ്ഞല്ല പഠിച്ചിരിക്കുന്നത് 0.53 × 10⁻⁻10 എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണേൽ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. സാർ മനസ്സിലായി. ആരാണോ ചോദിച്ചപ്പോ? ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് ഹെൽപ്പ് ചെയ്യാം. In accordance with the Bose model, find the quantum number that characterizes the Earth's revolution around the sun in an orbit of radius 1.5 into 10⁻11 meter with orbital speed of 3 into 10⁻4 meter per second. Mass of earth തന്നിട്ടുണ്ട് equal to 6 into 10⁻24 kg. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ക്രിസ്റ്റ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ക്രിസ്റ്റ? No, sir. ഓക്കെ. അനീറ്റ? കേട്ടില്ല. MVR is equal to NH/2π വെച്ചിട്ട് ചെയ്യും. ഓ ഗുഡ്. എന്നിട്ട് എന്തോ കണ്ടുപിടിക്കണ്ടേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ പിന്നെ പറഞ്ഞു, ഞാനിപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നോക്കിക്കോളൂ. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബോർ മോഡൽ ഫൈൻഡ് ദ ക്വാണ്ടം നമ്പർ ദാറ്റ് ക്യാരക്ടറൈസസ് ദ എർത്ത് റെവല്യൂഷൻ അറൌണ്ട് ദ സൺ in an orbit of radius 1.5 into 10⁻11 meter with an orbital speed of 3 into 10⁻4 meter per second. സംഭവമൊന്നുമില്ല. ഇപ്പൊ ഈ ഇലക്ട്രോൺ കറങ്ങുന്നത് നമുക്കറിയാം, ന്യൂക്ലിയസിന് ചുറ്റിനും ഇലക്ട്രോൺ കറങ്ങുന്നത്
ആയിട്ട് നമുക്ക് ആ സണ്ണിന് ചുറ്റിനും എർത്ത് കറങ്ങുന്നതിനെ തമ്മിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാം. എർത്ത് കറങ്ങുന്ന ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ n1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റ്, n2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർബിറ്റ്, n3 എന്ന് പറയുമ്പോൾ തേർഡ് ഓർബിറ്റ്. അപ്പോൾ ക്വാണ്ടം നമ്പർ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ബോർ കൺസെപ്റ്റ് വേണം ഉപയോഗിക്കാൻ. അപ്പം ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അക്കോർഡിംഗ് ടു ബോസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ, ഈ ബോർ പോസ്റ്റുലേറ്റ്, അക്കോർഡിംഗ് ടു ബോർ പോസ്റ്റുലേറ്റ് അങ്ങനെ എഴുതിയാലും മതി. ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ആംഗുലാർ മൊമെന്റം ഇസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi എന്നുള്ളതാണ് അല്ലേ ബോർ പോസ്റ്റുലേറ്റിന്റെ ഒരെണ്ണം പറയുന്നത് അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗുലാർ മൊമെന്റം എൽ എന്ന് പറയുന്നത് നമ്മൾ mvr എന്ന് എടുത്തിട്ടുള്ളത്. mvr എന്ന് പറയുമ്പോൾ എന്താ, nh by 2 pi ആണ്. അതായത് nh by 2 pi. അപ്പം അതിൽ നിന്ന് നമുക്ക് mv, ഇത് ആംഗുലാർ മൊമെന്റം ആണ് കേട്ടോ, അത് വേണമെങ്കിൽ എഴുതിക്കോണം. ആംഗുലാർ മൊമെന്റം of earth around the sun എന്ന് പറയുന്നതാണ് L is mvr. അവിടുന്ന് mvr is equal to nh divided by 2 pi എന്ന് എടുക്കുകയാണ്. അവിടുന്ന് n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2 pi നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, h നെ ഇങ്ങോട്ട് കൊണ്ടുവരാൽ m into v into r into 2 pi divided by എന്താണ്, h താഴെ വന്നു അല്ലേ, വേറെ എന്തെങ്കിലും താഴെ കൊണ്ട് ഇല്ല, is equal to n. ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. m മാസ് ഓഫ് എർത്ത് എത്രയാ തന്നിട്ടുണ്ടല്ലോ, 6 into 10 raised to 24 അല്ലേ, 6 into 10 raised to 24. വെലോസിറ്റി തന്നിട്ടുണ്ടോ, വെലോസിറ്റി എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലോ, ഓർബിറ്റൽ വെലോസിറ്റി, ഓർബിറ്റൽ സ്പീഡ് 3 into 10 raised to 4 into റേഡിയസ് തന്നിട്ടുണ്ടല്ലോ, ഓർബിറ്റൽ റേഡിയസ് എത്രയാ, 1.5 into 10 raised to 11, 1.5 into 10 raised to 11 into 2 into 3.14 divided by എത്രയാണ്, 6.626 into 10 raised to -24. അതാണ് n. ഇത് കണ്ടുപിടിച്ചാൽ മതി, ഇതിന്റെ വാല്യൂ ആണ് n ഈക്വൽ ടു, കാൽക്കുലേറ്റർ ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഇതാണോ കിട്ടുന്നതെന്ന് നോക്കിയേ, 2.57 into 10 raised to ആണ്, അത് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. radius of the innermost radius of the innermost electron orbit of a hydrogen atom is 5.3 into 10 raised to -11 meter.
calculate its radius in n equal to 3 orbit. ഇതിന് തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഇത് എ പാർട്ട് ആണ്. ഒരു കാര്യം ചെയ്യാം, എ പാർട്ട് അങ്ങ് ചെയ്യാം. ഓൾറെഡി റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാലോ. കാരണം ആർ എൻ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്, എൻ സ്ക്വയർ ഇൻറ്റു ആർ നോട്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ആർ നോട്ടിന്റെ വാല്യൂ കാണാൻ പഠിക്കണം എന്ന് പറഞ്ഞു, ആരോണോട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. എന്താ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 0.53 ഇൻറ്റു 10⁻⁻10 മീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.53 ആംസ്ട്രോങ് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ 5.3 ഇൻറ്റു 10⁻11 മീറ്റർ ഇങ്ങനെ വേണം പഠിക്കാം. ഓക്കെ, ഞാൻ പഠിപ്പിച്ച സമയത്ത് ഇങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓർബിറ്റ് R1 ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു എന്തെന്ന് കിട്ടുന്നു, 0.53 ഇൻറ്റു 10⁻10. ഫസ്റ്റ് ഓർബിറ്റിന്റെ വാല്യൂ 0.53 ഇൻറ്റു 10⁻10. ഇനി നമുക്ക് തേർഡിന്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ R3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 സ്ക്വയർ ഇൻറ്റു എന്തെന്ന് ചെയ്താൽ മതി, R0 3 സ്ക്വയർ ഇൻറ്റു R0 ചെയ്താൽ മതി. അപ്പം 3 സ്ക്വയർ ഇൻറ്റു 0.53 ഇൻറ്റു 10⁻10 9 ഇൻറ്റു 0.53 ഇൻറ്റു 10⁻10. അപ്പം 4.77 ഫൈനൽ ആൻസർ ആണ് എഴുതുന്നത്. 4.77 ഇൻറ്റു 10⁻10. ഇതിന്റെ ബി പാർട്ട്, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചാണ് കേട്ടോ. അടുത്ത ഇതിന്റെ ബി പാർട്ട്, അതിന്റെ ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the total energy of an electron in the first excited state of the hydrogen atom is 3.4 eV. Find out its ഒന്ന് kinetic energy, രണ്ട് potential energy. നേരത്തെ പോലെ kinetic energy potential energy ഒക്കെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, energy is equal to total energy is equal to negative kinetic energy which will be is equal to potential energy യുടെ half അല്ലേ. ഇത് പഠിച്ചു വെച്ചേക്കുക എപ്പോഴും. ഇനിയും ഇത് കൊടുത്താൽ മതി, കാരണം ടോട്ടൽ എനർജി ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാ, 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇ തന്നെ കണ്ടുപിടിച്ചു, കുഴപ്പമില്ല. അപ്പം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് ഇ ഇട്ടാൽ മതി. അപ്പൊ നെഗറ്റീവ് ഓഫ് 3.4 EV എന്ന് വരും. ഓക്കെ, the total energy of an electron ഇത് ക്വസ്റ്റ്യൻ ഇത് നെഗറ്റീവ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 3.4 വരും. അപ്പൊ നമുക്ക് 3.4 EV എന്ന് വരും. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ നമുക്കറിയാം U is equal to 2E ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു നെഗറ്റീവ് 3.4 ആണ്. 6.8 EV. ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഈ 2000 ശരിക്കും ഈ അടുത്ത കാലഘട്ടത്തില് ഫിസിക്സിന്റെ ഏറ്റവും പാടുള്ള പരീക്ഷയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പാടൊന്നുമല്ല, എന്നാലും പാടായിട്ട് തോന്നിയിട്ടുള്ളത് 2 വർഷം മുമ്പത്തെ, അതായത് നിങ്ങളുടെ സീനിയറിന്റെ സീനിയർ
അപ്പൊ അവരുടെ എക്സാം ആണ് ഇച്ചിരി പാടായിട്ട് തോന്നിട്ടില്ല. അന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനകത്ത് വരുന്ന സാധനമാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനൊന്നും ഇല്ല എങ്കിലും നമ്മുടെ ടോപ്പിക്കിനകത്ത് സിലബസിനകത്ത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ റുദർഫോർഡിന്റെ ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയസ് വന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ഡിഫ്ലക്ട് ചെയ്തൊക്കെ പോകത്തില്ലേ. അപ്പൊ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഡിസ്റ്റൻസ്, അതായത് ന്യൂക്ലിയസുമായിട്ട് എത്ര ആൽഫ പാർട്ടിക്കിൾ എത്ര ദൂരം വരെ വരും, അല്ലെങ്കിൽ എത്ര അടുത്ത് വരെ വരും, അതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ചില സ്കൂളുകളിൽ പഠിപ്പിക്കത്തില്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതിയേ പറ്റത്തുള്ളൂ. അത് സിലബസിനകത്തുള്ള സാധനം തന്നെയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ തരാം. അതുകൂടെ തന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ കൂടെ. A narrow beam of proton, each having 4.1 mega electron volt energy is approaching a sheet of lead, and Z തന്നിട്ടുണ്ട് 82. Calculate രണ്ട് ക്വസ്റ്റ്യനാണ്. The speed of proton in the beam. The speed of proton in the beam. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. The beam. രണ്ടാമത്തേത് the distance of its closest approach. The distance of its closest approach. ആദ്യത്തെ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്ക്. അല്ല, അറിയാമെങ്കിൽ ചെയ്ത് നോക്ക്. 2 മിനിറ്റ് തരാം എന്തായാലും അവിടെ ചെയ്തിട്ട്.
ഇതിലൂടെ പെട്ടെന്ന് പറഞ്ഞു തരാമേ, നോക്കിയോളൂ. അതായത് a narrow beam of proton which having 4.1 MeV energy is approaching a sheet of lead. അപ്പം നമുക്കറിയാം പ്രോട്ടോൺസിനും പോസിറ്റീവ് ചാർജ് ആണ്, ഈ ലെഡ് അതിനും പോസിറ്റീവ് ചാർജ് ആണ്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും അതിന്റെ വെലോസിറ്റി സീറോ ആവും. എന്തായാലും ആ പ്രോട്ടോണിന്റെ വെലോസിറ്റി സീറോ ആവും. ആ ഡിസ്റ്റൻസ് എത്രയും അതിന്റെ ആ ക്ലോസസ്റ്റ് അപ്രോച്ച്, അപ്പം അടുത്ത് വന്ന ആ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനൊരു ഇക്വേഷൻ കാണാൻ പഠിപ്പിച്ചു തരാം. നേരത്തെ ഓരോന്നിനകത്തെയും പറയുന്ന പോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് വേണേൽ പറഞ്ഞുതരാം. അതിന്റെ ആവശ്യമില്ല, ഇനി ഇക്വേഷൻ വേണേൽ ഇക്വേഷൻ മാത്രം പറഞ്ഞുതരാം. അല്ലെ നോക്കാം, കൺസെപ്റ്റ് കൂടെ എടുത്തു. അപ്പൊ ആദ്യം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ പ്രോട്ടോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള എനർജിയാണ് 4.1. അപ്പൊ അതിന് കൈനറ്റിക് എനർജി ആണുള്ളത്. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണെന്ന് അറിയാം. കൈനറ്റിക് എനർജിയാണ് 4.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം അതിനെ ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 4.1 × 10�6 eV ആക്കി, വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് mv² ആക്കി. വീണ്ടും ആ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂൾ ആക്കണം. അതിന് 4.1 × 10�6 × 1.6 × 10⁻⁻90 ജൂൾ ആക്കി, ഈക്വൽ ടു ഹാഫ് mv² ആണ്. ഇനിയിപ്പോ v² കണ്ടുപിടിച്ചാൽ പോരെ. 2നെ അപ്പം 4.1 × 10⁻6 × 1.6 × 10⁻90 × 2 ഡിവൈഡഡ് ബൈ m ആണ് അല്ലേ. m എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടോൺ അല്ലേ, പ്രോട്ടോൺ നമുക്ക് 1.67 × 10⁻27 എടുക്കാം. m എന്ന് പറയുമ്പോൾ മാസ് ഓഫ് പ്രോട്ടോൺ ആണ് കേട്ടോ, പ്രോട്ടോണെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. 1.67 × 10⁻27 ഈക്വൽ ടു v² എന്നും അവിടെ നിന്ന് v കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പുറത്ത് റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 4.1 × 10⁻6 × 1.6 × 10⁻90 × 2 divided by 1.67 × 10⁻27 ഈക്വൽ ടു v. ഇത് കണ്ടുപിടിക്കുമ്പോൾ എത്രയാണോ v അതായിരിക്കും v യുടെ ആൻസർ മീറ്റർ പെർ സെക്കൻഡ്. ആ v കണ്ടുപിടിക്കുക. എന്നിട്ട് മറ്റേ കൂടെ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചിട്ട് പറയാമേ. ഇതാണ് v കണ്ടുപിടിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ v കിട്ടും. ഇനി രണ്ടാമത്തെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ആ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും സീറോ. ശരിക്കും ആ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ r0 ആയിട്ട് എടുക്കാം. അറ്റ് r0 എന്ന് പറയുമ്പോഴത്തേക്കും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആയിരിക്കും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഹാഫ് mv² ആണ്. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, കൈനറ്റിക് എനർജി എടുത്താൽ മതി. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1/4πε0 രണ്ട് ചാർജുകളുടെ ഒന്ന് ZE × E ആണ്, ഡിവൈഡഡ് ബൈ എന്താണ് r0 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനി r0 കണ്ടുപിടിച്ചാൽ r0 കണ്ടുപിടിക്കാൻ ഇതിനെ ഹാഫ് mv² എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. എന്തെടുത്താൽ മതി, k എന്ന് എടുത്താൽ മതി. അപ്പൊ r0 കണ്ടുപിടിക്കാൻ വേണ്ടി r0 ഈസ് ഈക്വൽ ടു 1/4πε0 ZE² ഡിവൈഡഡ് ബൈ എന്താ k ചെയ്താൽ മതി. എല്ലാം തന്നിട്ടുണ്ട്, എല്ലാം അങ്ങോട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ. 1/4πε0ക്ക് 9 × 10⁻9 എന്ന് എഴുതാം. ഇൻറ്റു z തന്നിട്ടുണ്ട് എത്രയാ 82. ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻90 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ k. കൈനറ്റിക് എനർജി നമ്മൾ ഇവിടെ നിന്ന് കൈനറ്റിക് എനർജി എത്ര 4.1 അതിനെ ജൂൾ ആക്കണം. അപ്പം 4.1 × 10⁻6 × 1.6 × 10⁻90 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് കിട്ടും. രണ്ടിന്റെ ആൻസർ വേണമെങ്കിൽ ഫൈനൽ ആൻസർ വേണം എഴുതാൻ, അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്നിന്റെ ആൻസർ 2.8 × 10⁻7 ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന്റെ ആൻസർ 28.8 × 10⁻15 മീറ്റർ. ഇത് കിട്ടുന്നുണ്ടോ നോക്കണേ. ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്തെ ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ന്യൂമറിക്കലിലെ എല്ലാ മോഡലിലെയും ഓരോ ക്വസ്റ്റ്യൻസ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക. ഇത് ഈക്വേഷൻസും കാര്യങ്ങളൊക്കെ, ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഒക്കെ ഒരു 2 വർഷം ഇപ്പൊ ചോദിച്ചിട്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചോ, പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ നിർത്താം ഇന്നത്തെ ക്ലാസ്.